പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. അതിനകത്ത് 31 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു 10 മാസത്തിന് മുന്നെയാണ് ലാസ്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഈ ചാനലിൽ ഇട്ടിരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തുകൊണ്ട് വോയിസ് ആദ്യമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പം അതുപോലെ ഈ വോയിസ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്ന ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മിസ്റ്റേക്ക് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ പറയാം, ഇത് 175 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു നൈറ്റി പീസാണ്. ഇതിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ചുരിദാർ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തുണി 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ വരുന്നത് പോലെ വെച്ചിട്ട് വേണം തുണി മടക്കിയിടാൻ. നമ്മുടെ വശത്തേക്ക് ഫോൾഡിങ് വശം നമ്മുടെ സൈഡിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഫസ്റ്റ് ആദ്യമേ തന്നെ മുകളിൽ മാർക്ക് ലെവൽ ചെയ്യുക. ലൈനിങ്ങും മെയിൻ പീസും കൂടെ വെച്ചതിനകത്ത് ലെവൽ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ വീതി, എനിക്ക് 14 ഇഞ്ചാണ് ഷോൾഡർ വീതി വേണം. അതിന് പകുതി 7 ഇഞ്ച് നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തി. എന്നിട്ട് അതിൽ നിന്ന് താഴെ ചെസ്റ്റ് ലൈൻ നമ്മളൊരു 6.5-7 ഇഞ്ചോളം താഴേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആക്കിയതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം എടുത്തിട്ട്, ലൂസ് 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 ഭാഗം എടുത്തിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ എനിക്ക് 9.5 വന്ന് അതിൻ്റെ കൂടെ നമ്മുടെ സീം അലവൻസ് 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് താഴേക്ക് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നമ്മുടെ വേസ്റ്റ് എനിക്ക് 8.5 വേണ്ടത്. ആ 8.5 ഇഞ്ചും പിന്നെ സീം അലവൻസ് 2 ഇഞ്ചും കൂടെ വേസ്റ്റിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ടക്സ് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബട്ടക്സ് ലൈൻ വേസ്റ്റിൽ നിന്ന്. എന്നിട്ട് അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കുക. എന്നിട്ട് അതിന് ശേഷം അവിടെ നമ്മുടെ ബട്ടക്സ് എത്രയാണോ അത് അടയാളപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് സീം അലവൻസ്, അത് സ്ലിറ്റിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്യുക. ബട്ടക്സിൻ്റെ ലൈനും ചെസ്റ്റ് വേസ്റ്റും കൂടെ ചെയ്യുക. എന്നിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മളിനി അടുത്തത് ചെയ്യുന്നത് വെച്ചാൽ ആം ഹോളാണ്. ഈ ആം ഹോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതെത്രയാണോ അവിടെ നിന്ന് താപ്പോട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഈ ചെസ്റ്റും ഈ ആം ഹോളിൻ്റെ ആ ഷോൾഡറിൻ്റെ അതും കൂടെ കറക്റ്റ് ചെയ്ത് ഒരു ആം ഹോൾ വരയ്ക്കും. നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണിത്. അതിനുശേഷം നമ്മുടെ ചുരിദാറിൻ്റെ ഈ ടോപ്പിൻ്റെ ലെങ്ത് എനിക്ക് വേണ്ടത് 40 ഇഞ്ചാണ്. അതായത് 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് 40 ഇഞ്ച് എനിക്ക് വേണ്ടത്. അത് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് അവിടെ ഫ്ലെയർ എന്ന് പറയുന്നത് ഞാനൊരു 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലിറ്റിന് വേണ്ടിയിട്ട് അത് ഫോൾഡ് ചെയ്യാനായിട്ട് 1 ഇഞ്ചും കൂടെ അങ്ങനെ ചേർത്തിട്ട് മൊത്തം കൂടെ 12 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ താഴേന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഒരു ചെറിയതായിട്ടൊരു സ്ലോപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ 2 സൈഡും തേച്ച് വരുമ്പോൾ തൂങ്ങി കിടക്കും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ അവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പം കറക്റ്റ് ആ ഒരു കാർബണിൽ നമ്മൾ അത് പ്ലേസ് ചെയ്തുകൊണ്ട് വേണം അത് കട്ട് ചെയ്യാൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ കട്ട്. ഇനി അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അതായത്
നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 16 ഇഞ്ച്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിവശം, അതായത് നമ്മുടെ സ്ലീവിൻ്റെ അടിവശത്ത് 5 ഇഞ്ച് മതി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത്, എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഒരു 3.5 ഇഞ്ച് ഒരു ഇങ്ങനത്തിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക്. എന്നിട്ട് അത് ഈ പോയിൻ്റ് കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണത്. കട്ട് ചെയ്തതിന് ശേഷം നോക്കാം. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മുടെ കട്ടിങ്, ചുരിദാറിൻ്റെ സിമ്പിളായിട്ടുള്ള കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.